Good morning, sir. My name is Jasim Khan, and my thesis topic is Cohesive Learning Space, a case of Skill Development Institute, ഏറ്റുമാനൂർ. ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ക്യാമ്പസ് ഡിസൈൻ ആണ്. സാധാരണഗതിയിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്കിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. എന്നാൽ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് ക്യാരക്ടറുള്ള സ്കിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ബേസിക്കലി ഇതൊരു ഗവൺമെന്റ് പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് ആണ്. 1990s മുതൽ തന്നെ ഇന്ത്യയിൽ ഇതുപോലുള്ള പ്രോജക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2015 മിനിസ്ട്രി ഓഫ് സ്കിൽസ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ പേരിൽ ഒരു മിനിസ്ട്രി രൂപപ്പെടുകയും അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് ആണിത്. ഇതിന്റെ മെയിൻ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വർക്ക് ഫോഴ്സിൽ 10% മാത്രമേ ഒരു ഫോർമൽ ആയിട്ടുള്ള സ്കിൽ ട്രെയിനിങ്ങിലോട്ട് പോയിട്ടുള്ളൂ. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ആണിത്. ഇത് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ITA കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് 12 acres ഓഫ് ലാൻഡ് ഗവൺമെന്റ് ITA ഏറ്റുമാനൂർ ക്യാമ്പസിൽ തന്നെ ഗവൺമെന്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ക്യാരക്ടറിലുള്ള സ്കിൽസ് എന്ന്. ഒന്ന് ടെക്നിക്കൽ സ്കിൽസും മറ്റൊന്ന് ക്രാഫ്റ്റ് സ്കിൽസും. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ്, മേഷൻ കോഴ്സുകളാണ് വരുന്നത്. ക്രാഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള 5 ക്രാഫ്റ്റുകളാണ് വരുന്നത്. ഇതിന്റെ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ക്യാരക്ടറിലുള്ള സ്കിൽസ് ആണ് ഉള്ളത്. ഇതിന്റെ ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ നോക്കിയാലും രണ്ടും ഡിഫറെന്റ് ആണ്. സോ ഇത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റഡി ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടും ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടും രണ്ട് കാറ്റഗറി ആയിട്ടാണ് സ്റ്റഡി ചെയ്തത്. ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കൊല്ലം, അതുപോലെ തന്നെ ഭാരതീയ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജയ്പൂർ, പിന്നെ ഒന്ന് ഹെർണിംഗ്ഷോം വൊക്കേഷൻ സ്കൂൾ. പിന്നെ ഈ പറഞ്ഞ പ്രോജക്റ്റ് ഓൾറെഡി ഇങ്കൽ പാർക്കിൽ നടക്കുന്നുണ്ട്. 4 കോഴ്സസ് ആണ് അവിടെ നടക്കുന്നത്. ക്രാഫ്റ്റ് ട്രെയിനിങ് സെന്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാമിർ ലേണിംഗ് ആൻഡ് ലിവിംഗ് ഡിസൈൻ സെന്റർ, രണ്ടും ഗുജറാത്തിലെ കച്ചിലുള്ളതാണ്. ഇതിന്റെ സൈറ്റ് ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 12.24 acres ഓഫ് ലാൻഡ് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റുമാനൂർ താലൂക്കിൽ ഗവൺമെന്റ് ITA ക്യാമ്പസിൽ തന്നെ ഗവൺമെന്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ആക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 400 മീറ്റേഴ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. മേജർ റോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ നീണ്ടൂർ റോഡാണ് ഇതിന്റെ ഒരു മേജർ റോഡ് ആയിട്ട് വരുന്നത്. 5 കിലോമീറ്റേഴ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, MG യൂണിവേഴ്സിറ്റി, ഏറ്റുമാനൂർ മഹാദേവ ടെമ്പിൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം എല്ലാം വരുന്നത്. 50 കിലോമീറ്റേഴ്സ് റേഡിയസിന്റെ ഉള്ളിൽ തന്നെ നിരവധി ITA കോളേജസും വരുന്നുണ്ട്. ITA കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസ് ആണ് ഈ പ്രോജക്റ്റിന്റെ മേജർ യൂസർ ഗ്രൂപ്പായിട്ട് വരുന്നത്. സൈറ്റിന്റെ ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് സൈഡിൽ ഗവൺമെന്റ് ITA കോളേജ് ഏറ്റുമാനൂർ, നോർത്ത് ആൻഡ് വെസ്റ്റ് സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയാസ് പ്ലസ് റബ്ബർ പ്ലാന്റേഷൻ, ഫാമിംഗ് ലാൻഡുകളാണ് വരുന്നത്. സൗത്ത് സൈഡിൽ ഏറ്റുമാനൂർ നീണ്ടൂർ PWD റോഡ് അബിട്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് സൈഡിൽ ഒരു പഞ്ചായത്ത് റോഡുമുണ്ട്. ഇതിന്റെ റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സൈഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. 12 മീറ്റേഴ്സ് ലെവൽ ഡിഫറൻസ് ആണ് ടോട്ടലി വരുന്നത്. ഇതിനകത്ത് മേജർ ആയിട്ടുള്ള ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ ട്രീ, അക്കേഷ്യ, ടാമറിൻഡ്, ബാംബു ക്ലസ്റ്റേഴ്സ്, കോക്കനട്ട് ട്രീസ് എന്നിവയാണ്. സ്ലോപ്പ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 90% ഓഫ് ദി ലാൻഡ് ബിൽഡബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. സൈറ്റിൽ നിന്ന് പർട്ടിക്കുലർ ആയിട്ടൊരു വ്യൂ ഇല്ല. സൈറ്റിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PWD റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതിന്റെ നാച്ചുറൽ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിന്റെ സെൻട്രൽ കൂടെ ഒരു വാലി പോകുന്നുണ്ട്. മേജർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആക്സസിബിലിറ്റി ആണ്. PWD റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡിൽ നിന്നും നമുക്ക് സൈറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മേജർ എൻട്രി പോയിന്റ് നമുക്ക് PWD റോഡിൽ നിന്നും, സർവീസ് എൻട്രി നമുക്ക് പഞ്ചായത്ത് റോഡിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്നുള്ള വെജിറ്റേഷൻ നമുക്ക് ക്യാമ്പസിന്റെ ഹാങ് ഔട്ട് സ്പേസസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ITA കോളേജ് ഈ പ്രോജക്റ്റുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജാണ്. സോ ദാറ്റ് അതുമായിട്ടൊരു കണക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ അവിടെ നിന്നുള്ള സ്റ്റുഡൻസിനെ നമുക്ക് ഈ പ്രോജക്റ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മേജർ ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ് ഫ്രം ദി റെയിൽവേ. ഈസ്റ്റ് സൈഡിൽ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്, അതിൽ നിന്നുള്ള നോയ്സ്. പിന്നെ അതുപോലെ തന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യൂ സൈറ്റിൽ നിന്നില്ല.
ഇതിനകത്ത് വരുന്ന മേജർ യൂസർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITI പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അവരുടെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 26 ഇയേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്രാഫ്റ്റ് സ്കില്ലിലേക്ക് വരുന്ന ഇതിന് ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമില്ല. ആർക്ക് വേണമെങ്കിലും വന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രാഫ്റ്റ് സ്കിൽ കോഴ്സുകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മേജർ യൂസർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ്, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ആർട്ടിസ്റ്റുകൾ, ട്രെയിനേഴ്സ്, ഡിസൈനേഴ്സ്, പബ്ലിക് വിസിറ്റേഴ്സ് എന്നിവരാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ടെക്നിക്കൽ കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിംഗ്, ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ്, ബാർബെൻഡിംഗ്, അപ്പാരൽ, ഓട്ടോമൊബൈൽ, ഫിറ്റർ, റെഫ്രിജറേഷൻ, കാർപ്പൻട്രി, വെൽഡിംഗ്, മെക്കാനിക്കൽ. ക്രാഫ്റ്റ് സ്കിൽ കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് കാർവിംഗ്, ബാംബു കാർവിംഗ്, വീവിംഗ്, മെറ്റൽ ക്രാഫ്റ്റ്, ഫൈബർ ക്രാഫ്റ്റ് എന്നിവയാണ്. പിന്നെ ഇതിനകത്ത് മേജറായിട്ട് വരുന്ന ഡിസൈർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, കോമൺ അബിലിറ്റീസ് ആയ മൾട്ടിപർപ്പസ് ഹോൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി. പിന്നെ അതുപോലെ തന്നെ അക്കാഡമിക് ബ്ലോക്കിൽ വരുമ്പോൾ ടെക്നിക്കൽ സ്കില്ലിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സ്, ക്ലാസ് റൂംസ് എന്നിവയാണ്. വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആയിരിക്കും. ക്രാഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ വർക്ക്ഷോപ്സുകൾ ഓപ്പൺ സ്പേസും ആവാം, ഒരു എൻക്ലോസ്ഡ് സ്പേസും ആവാം. ഇതിന്റെ പ്രോക്സിമിറ്റി മെട്രിക്സ് ചാർട്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ സ്കില്ലിന്റെ കോഴ്സുകളും ടെക്നിക്കൽ സ്കില്ലും ക്രാഫ്റ്റ് സ്കില്ലും മാക്സിമം അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് പ്രോക്സിമിറ്റി ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏരിയ സ്റ്റേറ്റ്മെന്റ്. ഈ ഏരിയ സ്റ്റേറ്റ്മെന്റിൽ മെയിനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളത്, ടെക്നിക്കൽ സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്, ക്രാഫ്റ്റ് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോമൺ അമ്യൂണിറ്റീസ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്നിവയ്ക്കുള്ള ഏരിയസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 per batch ആണ് വരുന്നത്. ക്രാഫ്റ്റ് സ്കിൽസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 per batch ആണ് വരുന്നത്. ഈ പ്രോജക്റ്റിന്റെ മേജർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്യാരക്ടറിലുള്ള സ്കില്ലിനെ ഒരു റൂഫിന്റെ അണ്ടറിൽ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈ ടെക്നിക്കൽ സ്കില്ലുള്ളവർക്ക് ക്രാഫ്റ്റ് സ്കില്ല് പഠിക്കുകയും ക്രാഫ്റ്റ് സ്കില്ലുള്ളവർക്ക് ടെക്നിക്കൽ സ്കില്ലുകളും പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കേസ് സ്റ്റഡിയിൽ നിന്നുള്ള ഒരു ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഓർഗനൈസേഷൻ ഓഫ് സ്പേസസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ടെക്നിക്കൽ സ്കിൽസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഫോം ഓഫ് അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ക്രാഫ്റ്റ് വരുമ്പോഴത്തേനും കുറച്ചൊരു ക്ലസ്റ്റേർഡ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഓഫ് സ്പേസസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീനിയർ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ടെക്നിക്കൽ സ്കിൽസിന്റെ മാസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കുകയാണ്. പിന്നെ ഈ സൈറ്റിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇതൊരു ലീനിയർ സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ലീനിയാരിറ്റി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ഒരു സ്പൈൻ ക്രിയേറ്റ് ചെയ്യുക. ആ സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്ന ഒരു സ്പൈനാണ്. അതാണ് ഇതിന്റെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു സ്പേസ്. ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു സ്പേസ് ആയിട്ട് ഈ സ്പൈൻ ആക്ട് ചെയ്യും. സോ ദാറ്റ് ഇന്ററാക്ഷൻ വിൽ ടേക്സ് പ്ലേസ് ദെയർ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലീനിയാരിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാരാമീറ്ററുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ലെവൽസിലൂടെയും ഒന്ന് വിഷ്വൽ ബ്രേക്കേജും. ലെവൽസിൽ എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ ലെവൽസിലാണ് പ്ലേസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വിഷ്വൽ ബ്രേക്കേജ് എന്ന് പറയുമ്പോൾ വിഷ്വൽ ആയിട്ട് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ ലീനിയാരിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൂളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്പൈൻ ആണ് ഇതിന്റെ സെൻട്രൽ ആക്സിസ് ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ ഈ ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും വിഷ്വലി ആൻഡ് ഫിസിക്കലി കണക്ട് ചെയ്യിപ്പിക്കുന്നു. ഒരു ഡയറക്റ്റ് ആക്സിസും അതേപോലെ തന്നെ ഒരു വിഷ്വൽ കണക്ടിവിറ്റിയും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു കോൺസെപ്റ്റാണ്. പിന്നെ ഓൺ വർക്ക് സ്പേസ് ആൻഡ് ഷെയർഡ് വർക്ക് സ്പേസ്, അതായത് ഒരു ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു വർക്ക് സ്പേസും അതേപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുന്ന ഒരു പോയിന്റും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഫോം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ആ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസും പബ്ലിക്കും അതുപോലെ തന്നെ ITI കോളേജിലെ സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ സ്പേസ് സെൻട്രലിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ഈ ഓപ്പൺ സ്പേസിനെല്ലാം ഒരു ഹൈറാർക്കി ഇൻ ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു കോൺസെപ്റ്റാണ്. പിന്നെ ITI കോളേജിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കണക്ട് ചെയ്യിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു സെൻട്രൽ ഓപ്പൺ സ്പേസിലോട്ട് ആക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇതിന്റെ ഒരു സോണിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലീനിയർ ഫോം ഓഫ് സോണിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വെസ്റ്റ് സൈഡിൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും ഈസ്റ്റ് സൈഡിൽ ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സെൻട്രലിൽ ഒരു ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITI ഡിപ്പാർട്ട്മെന്റുമായിട്ട് ITI കോളേജുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റിലാണ് ആ ഒരു സെൻട്രൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ എൻട്രിയുടെ അടുത്ത് തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അക്കാഡമിക് മിഡിൽ പോർഷനിലും റെസിഡൻഷ്യൽ ഏരിയ കോണ്ടെക്സ്റ്റ് ആയിട്ട് വരുന്ന ഏരിയയിലുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
പിന്നെ അതേപോലെ തന്നെ ഡിസൈൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നാച്ചുറൽ ഡ്രെയിനേജിനെ മാനിച്ചുകൊണ്ട് തന്നെ സൈറ്റിനെ പല ലെവലുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ലെവലിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ പ്ലേസ് ചെയ്യുകയാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു ക്രാഫ്റ്റ് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു ടെക്നിക്കൽ സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ സ്പൈൻ വെച്ചിട്ടാണ് ഇതിനെ യൂണിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ ഒരു സെൻട്രൽ സ്പൈനിൽ തന്നെ മൾട്ടിപ്പിൾ കണക്ഷൻസ്, പെഡസ്ട്രിയൻ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പൺ സ്പേസസ് പ്രൊവൈഡ് ചെയ്ത് അത് കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു സെൻട്രൽ ഒരു കോർട്ട് യാർഡിലോട്ടാണ്. ആ ഒരു കോർട്ട് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ITI കോളേജുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന കോർട്ട് യാർഡാണ്. പിന്നെ ഈ പറഞ്ഞ സ്പൈനിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലെവൽസ് വരുന്നത് കൊണ്ട് തന്നെ ആ ലെവൽസിലും ഓരോ മിനി ആംഫി തിയേറ്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ബാരിയർ ഫ്രണ്ട്ലി ഡിസൈന് വേണ്ടിയിട്ട് റാംപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു ആംഫി തിയേറ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ കോമൺ സെൻട്രൽ ഓപ്പൺ സ്പേസിലാണ്. സോ ദിസ് ഇസ് ദ മാസ്റ്റർ പ്ലാൻ. ഇതിൽ മെയിൻ എൻട്രി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് സൈഡിൽ നിന്നുള്ള PWD റോഡ് വഴിയാണ് മെയിൻ എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ നിന്നുള്ള പഞ്ചായത്ത് റോഡ് വഴിയാണ് സർവീസ് എൻട്രി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു റോഡ് നെറ്റ്വർക്ക് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം സർവീസസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റോ മെറ്റീരിയൽസും വേസ്റ്റ് മെറ്റീരിയൽസും ഫൈനൽ പ്രോഡക്ട്സും ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇതിലെ ഹയസ്റ്റ് പോയിന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +12 മീറ്റർ ലെവലിലാണ് വരുന്നത്, ലോവസ്റ്റ് 0 മീറ്റർ ലെവൽ. ഇതിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ സ്പൈൻ ക്രിയേറ്റ് ചെയ്തു. ആ സ്പൈനിൽ തന്നെ പല ലെവൽ ഡിഫറൻസുകളുമുണ്ട്. ഇത് ഒരു കോമൺ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഒരു കോമൺ പോയിന്റ് ആയിട്ടാണ് ഈ സ്പൈൻ ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്പൈനെ കണക്ട് ചെയ്ത് മൾട്ടിപ്പിൾ പെഡസ്ട്രിയൻ എൻട്രീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പബ്ലിക് ബ്ലോക്ക് വരുന്നത് +8 മീറ്റർ ലെവലിലാണ് വരുന്നത്. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് 1 വരുന്നത് +6 മീറ്ററിലും അതുപോലെ തന്നെ സെൻട്രൽ ഓപ്പൺ കോർട്ട് വരുന്നത് +4 മീറ്ററിലുമാണ് വരുന്നത്. +7 മീറ്ററിലാണ് ITI കോളേജ് വരുന്നത്. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ ഒരു ലെവൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ ഒരു ആംഫി തിയേറ്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു സെൻട്രൽ ഓപ്പൺ സ്പേസിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള ലൈബ്രറി, കഫ്റ്റീരിയ, എക്സിബിഷൻ ഹാൾ, കമ്പ്യൂട്ടർ ലാബ് എന്നിവ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് 2 പ്ലേസ് ചെയ്തിരിക്കുന്നത് +3 മീറ്റർ ലെവലിലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് 3 +1 മീറ്റർ ലെവലുമാണ് വരുന്നത്. 0 മീറ്റർ ലെവലിലും ഒരു വാട്ടർ ബോഡിയും ഒരു കോർട്ട് യാർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോർട്ട് യാർഡിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഒരു ബാഡ്മിന്റൺ കോർട്ടും വോളിബോൾ കോർട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്ലേ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കാഡമിക് ബ്ലോക്കും ഹോസ്റ്റൽ ബ്ലോക്കും തമ്മിലുള്ള ഒരു കണക്റ്റീവ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിലെ വേറൊരു പ്ലേ ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ലാൻഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. This is the section through the spine and the entrance lobby. ഈ എൻട്രൻസ് ലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സെമി ഓപ്പൺ സ്പേസ് ആണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജാണ്. ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ബ്രിഡ്ജാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് സെൻട്രൽ കോർട്ട്. സെൻട്രൽ കോർട്ടിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള എക്സിബിഷൻ, ലൈബ്രറി സ്പേസസ് ആണ് ഈ വരുന്നത്. This is the section through the Technical Institute and the Multipurpose Hall. This is the overall view of the institute. ഇതാണ് പറഞ്ഞ സെൻട്രൽ കോർട്ട് യാർഡ് വരുന്നത്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ പാലറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് എക്സ്പോസ്ഡ് കോൺക്രീറ്റ്, എക്സ്പോസ്ഡ് ബ്രിക്ക്, അലൂമിനിയം ലൂവേഴ്സ് എന്നിവയാണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി സെൻട്രൽ സ്പൈൻ. ഇതാണ് ആ പറഞ്ഞ ബ്രിഡ്ജ്, അതായത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ബ്രിഡ്ജ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ഇതിലാണ് പബ്ലിക് ഏരിയാസ് ആയിട്ടുള്ള എക്സിബിഷൻ ഹാൾ, മൾട്ടിപർപ്പസ് ഹാൾ, ഓഫീസ് സ്പേസ് എന്നിവ വരുന്നത്. ഓഫീസ് സ്പേസിന് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒരു കോർട്ട് യാർഡ് വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഓഫീസ് സ്പേസും എക്സിബിഷൻ ഹാളും തമ്മിൽ 1 മീറ്റർ ലെവൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ എൻട്രൻസ് ലോബി എന്ന് പറയുന്നത് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ഇതിൻ്റെ ഡ്രോപ്പ് ഓഫ് +8 മീറ്റർ ലെവലിലും എൻട്രൻസ് ലോബി 8 + 8.45 മീറ്റർ ലെവലിലും ഇതിൻ്റെ എക്സിറ്റ് പോയിന്റ് വരുന്നത് +7 മീറ്റർ ലെവലിലുമാണ് വരുന്നത്.
ഈ എക്സിബിഷൻ ഹോളും മൾട്ടിപർപ്പസ് ഹോളും ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റും സർവീസസ് ഏരിയാസും ഫസ്റ്റ് ഫ്ലോറിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദി വ്യൂ ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് 1. ഈ ഡിപ്പാർട്ട്മെന്റ് 1 ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് 1 ബാംബു കാർവിംഗ് വർക്ക്ഷോപ്പ്, വുഡ് കാർവിംഗ് വർക്ക്ഷോപ്പ് എന്നിവയാണ് വരുന്നത്. ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് 1 തന്നെ കാർപ്പൻട്രി വർക്ക്ഷോപ്പ്, മെഷീനിങ് ലാബ്, റെഫ്രിജറേഷൻ ലാബ്, അപ്പാരൽ ലാബ് എന്നിവയാണ് വരുന്നത്. ഇത് ബേസിക്കലി +6 മീറ്റർ ലെവലിലാണ് ഈ ബ്ലോക്കുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കാർപ്പൻട്രി ലാബ്, മെഷീനിങ് ലാബ്, റെഫ്രിജറേഷൻ ലാബ് എന്നിവ +7.45 മീറ്റർ ലെവലിലും, അതുപോലെ തന്നെ വുഡ് കാർവിംഗ് വർക്ക്ഷോപ്പും ബാംബു കാർവിംഗ് വർക്ക്ഷോപ്പും തമ്മിൽ 1 മീറ്റർ ലെവൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്പൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനിൽ 2 വാട്ടർ ബോഡി, അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ടായിട്ട് ഇത് ആക്ട് ചെയ്യും. മാത്രമല്ല ഇതിലെ വർക്ക്ഷോപ്പുകൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ വർക്ക്ഷോപ്പുകളും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, സോ ദാറ്റ് സർവീസസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ക്ലാസ് റൂംസ് ഫസ്റ്റ് ഫ്ലോറിലും വർക്ക്ഷോപ്പിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത് ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് ഈ വർക്ക്ഷോപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, സോ ദാറ്റ് ഒരു വിഷ്വൽ കണക്ടിവിറ്റി ക്ലാസ് റൂംസും വർക്ക്ഷോപ്പിലും നമ്മളൊരു വിഷ്വൽ കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ബ്രിഡ്ജ് വെച്ചിട്ടാണ് ഈ 2 ബ്ലോക്കുകളെ കണക്ട് ചെയ്യിപ്പിക്കുക. ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഉള്ള 2 ബ്ലോക്കുകളെ കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു ബ്രിഡ്ജ് വെച്ചിട്ടാണ്. ഈ ബ്രിഡ്ജ് വെച്ചിട്ടാണ് ക്രാഫ്റ്റ് സെന്റേഴ്സിലും ത്രൂ സ്പൈനിന്റെ മുകളിൽ കൂടെയുള്ള ബ്രിഡ്ജും ഇത് തന്നെയാണ്. ഇത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ബ്രിഡ്ജിലേക്കുള്ള വ്യൂ ആണ്. ദിസ് ഈസ് ദി കോർട്ട്യാർഡ് ഓഫ് ദാറ്റ് ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് വർക്ക് സ്പേസുകളാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓപ്പൺ സ്പേസ് വർക്ക് സ്പേസുകൾ, പിന്നെ ഒന്ന് സെമി ഓപ്പൺ വർക്ക് സ്പേസുകൾ, പിന്നെ ഒരു എൻക്ലോസ്ഡ് വർക്ക് സ്പേസുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അതുപോലെ തന്നെ സെമിനാർ ഹാളും ഫസ്റ്റ് ഫ്ലോറിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ബ്രിഡ്ജ് കണക്ഷൻ വരുന്നത്. ഈ ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഫ്ലോർ വരുമ്പോഴത്തേനും അത് ആർട്ടിസ്റ്റിക്കൽ സ്പേസ്, ഡിസൈൻ സെന്റേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ വുഡ് കാർവിങ്ങിന്റെയും ബാബു കാർവിങ്ങിന്റെയും വർക്ക്ഷോപ്പിൽ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതും ഒരു ബ്രിഡ്ജ് വെച്ചിട്ടാണ്. ഇതാണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വ്യൂ. ആൻഡ് ദിസ് ഇസ് ദ ഓവറോൾ വ്യൂ ഓഫ് ദാറ്റ് ഹോൾ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് തേർഡ് ബ്ലോക്ക് വരുന്നത്. അതായത് കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള ലൈബ്രറി, കഫേ, എക്സിബിഷൻ ഹാൾ, കമ്പ്യൂട്ടർ ലാബ് എന്നിവയാണ് വരുന്നത്. ഇത് +5 മീറ്റർ ലെവലിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. +4 മീറ്റർ ലെവലിലാണ് ഈ കോമൺ കോർട്ട് വരുന്നത്. ഈ കോമൺ കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു കോർ ഏരിയ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂസേഴ്സും വരുന്ന ഒരു പോയിന്റ് ആണ് ഈ കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കോർട്ടിലേക്ക് വരുന്ന യൂസേഴ്സ് മെയിൻലി IT കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസ്, ടെക്നിക്കൽ സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ അതേപോലെ തന്നെ പബ്ലിക്കിനും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ കോർട്ടാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ കോമൺ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കഫ്റ്റീരിയ, എക്സിബിഷൻ ഹാൾ, കമ്പ്യൂട്ടർ ലാബ് എന്നിവ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കഫ്റ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി ഓപ്പൺ ആയിട്ടുള്ള ഒരു കഫ്റ്റീരിയ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് എക്സിബിഷൻ ഹാളും കമ്പ്യൂട്ടർ ലാബും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ലൈബ്രറി ആൻഡ് റീഡിംഗ് ഏരിയ വരുന്നത്. ആൻഡ് ദിസ് ഇസ് എ സെക്ഷൻ ത്രൂ കമ്പ്യൂട്ടർ ലാബ്, കഫ്റ്റീരിയ, പ്ലാസ ആൻഡ് ദി ലൈബ്രറി. And this is a section shows the different activities in the central courtyard. ഇതാണ് 4th ബ്ലോക്ക് ഡിപ്പാർട്ട്മെന്റ് 2. ഈ ഡിപ്പാർട്ട്മെന്റ് 2 മെയിൻ ആയിട്ട് വരുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് 2 ആൻഡ് ഫൈബർ ക്രാഫ്റ്റ് ആണ് വരുന്നത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് 2 വരുന്നത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, വെൽഡിംഗ് ലാബ്, പെയിന്റിംഗ് ലാബ്, ഫിറ്റർ ലാബ് എന്നിവയാണ് വരുന്നത്. ഇതിലും വർക്ക്ഷോപ്പുകളെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വർക്ക്ഷോപ്പുകളെല്ലാം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്പൈൻ എന്ന് പറഞ്ഞാൽ +3 മീറ്റർ ലെവലിലും ബിൽഡിംഗ് ബ്ലോക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് +4.45 മീറ്റർ ലെവലുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഫേസ് ചെയ്യുന്നത് കോമൺ കോർട്ട്യാർഡിലോട്ടാണ്. ഇത് ഒരു ഷെയർഡ് സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസസും ഈ ഇങ്ങനെ ഒരു എൻട്രി കൊടുത്തുകൊണ്ട് എളുപ്പമാവും. ഈ ഫൈബർ ക്രാഫ്റ്റ് വരുമ്പോഴത്തേനും അതിലും ഒരു ഓപ്പൺ, സെമി ഓപ്പൺ, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്റ്റെപ്ഡ് ആയിട്ടുള്ള കോർട്ട്യാർഡ്.
section through the technical department courtyard and the craft department courtyard. And these are the various use of the courtyards. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഇതിനകത്തും ക്ലാസ് റൂംസ് ആൻഡ് കോമൺ റൂംസ് എല്ലാം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ ഡിസൈൻ സെന്റേഴ്സ്, കമ്പ്യൂട്ടർ ലാബ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലും ഒരു ബ്രിഡ്ജ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദി ഓവറോൾ വ്യൂ ഓഫ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. And this is the section through that amphitheater and that courtyard. ഇതാണ് അഞ്ചാമത്തെ ബ്ലോക്ക്, ഡിപ്പാർട്ട്മെന്റ് 3. ഈ ഡിപ്പാർട്ട്മെന്റ് 3 മെയിനായിട്ട് വരുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് 3 വീവിംഗ് മെറ്റൽ ക്രാഫ്റ്റുകളാണ് വരുന്നത്. ഇതിൽ സ്പൈൻ വരുന്നത് +1 മീറ്റർ ലെവലാണ് സ്പൈൻ വരുന്നത്. ഈ സ്പൈൻ കണക്ട് ചെയ്യിപ്പിക്കുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് 3 അതിൽ വരുന്നത് ബാർബെൻഡിങ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ലാബ്, കൺസ്ട്രക്ഷൻ ലാബ് എന്നിവയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സ്പൈൻ കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു പെഡസ്ട്രിയൻ പാത്വേ, അതേപോലെ തന്നെ ഇൻല് കോർട്ട്യാർഡിലുമാണ് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വർക്ക്ഷോപ്പ് ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്രാഫ്റ്റിൽ വരുമ്പോൾ വീവിംഗ് മെറ്റൽ ക്രാഫ്റ്റ് ആണ് വരുന്നത്. അതും ഓപ്പൺ, സെമി ഓപ്പൺ, എൻക്ലോസ്ഡ് ആയിട്ടുള്ള വർക്ക് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സെക്ഷൻ. അതിൽ ദിസ് ഈസ് ദി സർവീസ് ഏരിയ, വരാന്ത സ്പേസ്, ദ വർക്ക്ഷോപ്പ് ആൻഡ് ദി സ്പൈൻ ആൻഡ് ദി ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് വേരിയസ് വ്യൂസ്, കോർട്ട്യാർഡിന്റെ വേരിയസ് വ്യൂസ് ആണിത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ക്ലാസ് റൂംസ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ സെന്റേഴ്സും ആർട്ടിസ്റ്റിക്കൽ സ്പേസസും എല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഇതാണ് അതിന്റെ ഒരു ഓവറോൾ വ്യൂ, ഡിപ്പാർട്ട്മെന്റ് ഓവറോൾ വ്യൂ. ഈ സ്പൈൻ കണക്ട് ചെയ്ത് എൻ പോർഷനിൽ വരുന്നത് ഒരു വാട്ടർ ബോഡിയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ്. അതേപോലെ തന്നെ പമ്പ് റൂമും കാര്യങ്ങളും എല്ലാം ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഓവറോൾ സെക്ഷൻ ആണ് പോകുന്നത്. ദിസ് ഡ്രോപ്പ് ഓഫ് പോയിന്റ്, ഓഫീസ്, പെഡസ്ട്രിയൻ ഏരിയ, ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 1, കഫ്റ്റീരിയ, ആംഫിതിയേറ്റർ, ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 2, പെഡസ്ട്രിയൻ ഏരിയ, ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 3. ഹോസ്റ്റൽ ബ്ലോക്കാണ്. ഇതിൽ ജെൻസ് ഹോസ്റ്റലും ലേഡീസ് ഹോസ്റ്റലും കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു ലോബിയും മെസ്സും വെച്ചിട്ടാണ് കോമൺ ഏരിയാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഹോസ്റ്റൽ ബ്ലോക്കുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് +1.45 മീറ്റർ ലെവലിലും, അതേപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് +2.45 മീറ്റർ ലെവലിലുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലോബിയിൽ നിന്ന് ഒരു കണക്ഷൻ പ്ലേ ഏരിയയിലോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സർവീസസ് ഏരിയാസ് ആയിട്ടുള്ള കിച്ചൺ, STP, പമ്പ് റൂം, ഇലക്ട്രിക്കൽ റൂം എല്ലാം പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓരോ റൂമിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകളും പ്രൈവറ്റ് ബാൽക്കണീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ സ്റ്റാഫിന് വേണ്ടിയിട്ടാണ് അലോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. മെസ്സിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഇതിന്റെ കോമൺ ഏരിയാസ് ആയിട്ടുള്ള ജിംനേഷ്യം, TV റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ സർവീസ് പ്ലാൻ. ഇതിന്റെ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വെഹിക്കുലാർ പാത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് സർവീസസ് എല്ലാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന മെയിൻ പാത്വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിംഗ് പാത്ത്, പെഡസ്ട്രിയൻ പാത്ത്, അതേപോലെ തന്നെ വെഹിക്കുലാർ പാത്ത് എന്നിവയാണ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു മൂവ്മെന്റ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ്, ഫാക്കൽറ്റീസ്, പബ്ലിക് IT സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഇതിന്റെ ഡെയിലി യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ്, ഫാക്കൽറ്റീസ് ആണ് വരുന്നത്. അവർക്ക് സർവീസ് ആക്സസും അതേപോലെ തന്നെ മെയിൻ ആക്സസും ഉപയോഗിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇവരുടെ ഒരു മൂവ്മെന്റ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ സ്പൈനും അതേപോലെ തന്നെ സെൻട്രൽ കോർട്ട്യാർഡുമാണ് അവരുടെ മെയിൻ പോയിന്റ് ഓഫ് സർക്കുലേഷൻ ആയിട്ട് വരുന്നത്. IT സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ കോർട്ട്യാർഡാണ്. സെൻട്രൽ കോർട്ട്യാർഡിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ബാക്കി മൂവ്മെന്റുകൾ നടക്കുന്നത്. ഇതിന്റെ ഒരു ആക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ സ്പെഷ്യൽ ടോപ്പിക്കിന് എന്ന് വരുന്നത് പറഞ്ഞാൽ കോഹസീവ് ലേണിംഗ് സ്പേസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ പല പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. വിഷ്വൽ ആൻഡ് ഫിസിക്കൽ കണക്ടിവിറ്റി, ഫ്ലെക്സിബിൾ ലേണിംഗ് സ്പേസസ്, ഷെയർഡ് സ്പേസസ്, ഔട്ട്ഡോർ ലേണിംഗ് ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ഈ വിഷ്വൽ ആൻഡ് ഫിസിക്കൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്കുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലോക്കുകളെല്ലാം അറേഞ്ച് ലീനിയർ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഒരു വിഷ്വൽ ആൻഡ് ഫിസിക്കൽ കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ
ഒരു ബ്രിഡ്ജ് വെച്ചിട്ടും ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫ്ലെക്സിബിൾ സ്പേസസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രാക്റ്റീവ് സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് അവിടെ നടക്കും, ഒരു മൂവ്മെൻറ്റ് നടക്കും. അതേപോലെ തന്നെ ഇൻട്രാക്ഷൻസ്, അതേപോലെ മിനി ആംഫി തിയേറ്റേഴ്സ് ആയിട്ടും അത് വർക്ക് ചെയ്യും. പിന്നെ ഷെയർഡ് സ്പേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട്യാർഡാണ് ഈ ഷെയർഡ് സ്പേസസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ ഷെയർഡ് കോർട്ട്യാർഡ് ആക്ട് ചെയ്യും. പിന്നെ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഈ പബ്ലിക്കിനും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്സസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് മൈ സ്പെഷ്യൽ ടോപ്പിക്, കോഹസീവ് ലേണിംഗ് ഇൻ ക്യാമ്പസസ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMR EKYA സ്കൂൾ ഡിസൈൻഡ് ബൈ മൈൻഡ്സ്പേസ്, ലൊറൈൻ കൗണ്ടി കമ്മ്യൂണിറ്റി കോളേജ്, എലീഫ് സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് കരിയേഴ്സ്, പിന്നെ ഖാമിർ. These are the overall views of the institute. Thank you for listening me.